ഫേസ് ടു ഫേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ജനീസ ലിൻസ് എന്ന മിടുക്കിയായ കുട്ടിയാണ്. ജനീസ ഇന്ന് നമ്മുടെ നടുവിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എക്സൽ ഡൈവേർഡ് സീസൺ 2-ൽ 150 വാക്യങ്ങൾ പറഞ്ഞ് ലെജൻഡായ ഒരു കുട്ടിയാണ്. ജനീസ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം എന്നോടൊപ്പം ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. അന്ന് ജനീസ പങ്കെടുത്തത് 119-ാം സങ്കീർത്തനം മുഴുവനും പറഞ്ഞാണ് അന്ന് എന്നോടൊപ്പം ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. ഇന്ന് 150 വാക്യങ്ങൾ മാത്രമല്ല, ജനീസയുടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ജനീസയെ ഞാൻ സ്വാഗതം പറയുന്നു. ജനീസ ഹാപ്പിയാണോ? ഒത്തിരി പേരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ജനീസ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത്? എത്ര വയസ്സുണ്ട്? എനിക്ക് 7 വയസ്സുണ്ട്. 7 വയസ്സുള്ള മിടുക്കിയായ കുട്ടിയാണ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 2ാം ക്ലാസ്സിൽ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് ജനീസ എത്ര പഠിക്കുന്നു, പേരെന്താണ്, ഇവിടെ നിന്ന് വരുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, പപ്പാടെ മമ്മിയുടെ പേരെന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് വീട്ടുകാര്യം നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫർദറായിട്ട് പോകാം. യെസ്, പറഞ്ഞോളൂ. എനിക്ക് 7 വയസ്സുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന. എൻ്റെ അമ്മയുടെ പേര് ഗ്ലാഡിഷ്, എൻ്റെ അപ്പയുടെ പേര് ലിൻസ്. ഞാൻ കടവനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെ അപ്പച്ചനും അമ്മച്ചിയും പിന്നെ എൻ്റെ അമ്മ പിന്നെ അമ്മയുടെ മമ്മിയും പപ്പയും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടാണ് ഇന്ന് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അവരെല്ലാം ജനീസ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പ എവിടെയാണ്? പപ്പ കുവൈറ്റിലാണ്. ഏത് ചർച്ചിലാണ് നിങ്ങൾ? ബദേൽ തുവിയൂർ ബദേൽ ഏജി ചർച്ചിലെ ഒരു മിടുക്കിയായ കുട്ടിയാണ് ഇന്ന് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത്. യെസ് ജനീസ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ജനീസ ലെജൻഡ് കോമ്പറ്റീഷനിൽ 150 വാക്യം പറഞ്ഞു. 150 വാക്യം വെറുതെ പറയുകയല്ല, ബിഗിനർ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് റെഫറൻസ് നിർബന്ധമല്ല. വാക്യങ്ങളും പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു പോർഷൻ്റെ പകുതിയൊക്കെയാണ് തന്നത്. പക്ഷേ ജനീസ അത് പഠിച്ചപ്പോൾ മുഴുവനും പഠിച്ചു. റാപ്പിഡ് ഫയറിലൊക്കെ പങ്കെടുത്തു. എന്നിട്ടാണ് ഈ ലെജൻഡായി മാറിയത്. സോ ഐ എം സോ പ്രൗഡ് ഓഫ് യു. അപ്പം എന്ത് തോന്നുന്നു ഈ ലെജൻഡായി മാറിക്കഴിഞ്ഞപ്പോൾ ജനീസയ്ക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എനിക്ക് കുറേ സന്തോഷം തോന്നുന്നു. ഞാൻ സീസൺ 2-ൽ ഇങ്ങനെ ലെജൻഡായി മാറാൻ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. പിന്നെ ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ തുടങ്ങിയപ്പോഴത്തെ വിചാരിച്ചു എനിക്ക് ഇതൊന്നും പറ്റത്തില്ലെന്ന്. എന്നാലും ഞാനത് വിട്ടുകൊടുക്കാതെ പഠിച്ചു. ആരാണ് ഏറ്റവും കൂടുതൽ ജനീസയെ ഹെൽപ്പ് ചെയ്ത് ഇത് പഠിക്കാനായിട്ട്? അമ്മച്ചിയാണോ, മമ്മിയാണോ, ആരാണ് ഏറ്റവും കൂടുതൽ കൂടെ നിന്ന് ഇത് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചത്? അമ്മയാണ്. പിന്നെ അമ്മച്ചി എന്നെ അമ്മ ജോലിക്ക് പോകുമ്പം അമ്മച്ചി എന്നെ ഇരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം അമ്മച്ചിയും മമ്മിയും ഒരുപോലെ പരിശ്രമിച്ചിട്ടാണ് ജനീസ ഒരു ലെജൻഡായിട്ട് മാറിയത്, അല്ലേ? വളരെ സന്തോഷം. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ജനീസ ഇവിടെ വന്നിരിക്കുന്ന 150 വാക്യം മാത്രമല്ല, ജനീസ വേറെ ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ കേട്ടത്, മമ്മി പറഞ്ഞത് സ്കൂളിൽ അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ജനീസയ്ക്ക് ഈ 150 വാക്യം കൂടാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ ജനീസ ഏറ്റവും മിടുക്കിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അത് സ്കൂളിലെ ആകാം, ചർച്ചിലെ ആകാം, അങ്ങനെയൊക്കെ എടുത്തു പറയത്തക്ക നിലയിൽ ഏതെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്? അതിലെന്തൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാനാണെങ്കിൽ ചർച്ചിൽ നിന്ന് കുറേ സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതും കൂടാതെ മേഖലയിൽ പോയി സമ്മാനം, പാട്ടിന്, ആക്ഷൻ സോങ്ങിന് മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് എൻവയൺമെൻറ്റ് ഡേക്ക് സമ്മാനം മേടിച്ചു. പിന്നെ ഡ്രോയിങ്ങിന് സമ്മാനം മേടിച്ചു. പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷന് സമ്മാനം മേടിച്ചു. സ്റ്റോറി ടെല്ലിങ്ങിന്, റീഡിംഗ് ഡേയിന്, പിന്നെ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഓഫ് ദ ഇയറിന്. ജനീസ, വൗ, ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഓഫ് ദ ഇയർ, അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഫസ്റ്റ്, എൻവയോൺമെൻറ്റ് ഡേയിൽ പോസ്റ്റർ കോമ്പറ്റീഷൻ ഫസ്റ്റ്, സ്റ്റോറി ടെല്ലിങ്ങിന് സെക്കൻഡ്, ഇംഗ്ലീഷ് റെസിറ്റേഷന് സമ്മാനം, റീഡിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ്,
ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. ജനീസ സ്കൂളിലും ഭയങ്കര ആക്റ്റീവാണ് അല്ലേ? സ്കൂളിലെ വലിയ താരമാണോ? ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആണോ? ഇനി ബൈബിളുമായിട്ട് നോക്കുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ 119 സങ്കീർത്തനം പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. ഇപ്പോൾ 150 വാക്യം ദൈവേഡിൻ്റെ വാക്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. ഇത് കൂടാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ജനീസയ്ക്ക് അറിയാവുന്നത് അല്ലെ പഠിച്ചിട്ടുള്ളത്? ഞാൻ 1 കൊരിന്ത്യർ 13, എബ്രായർ 11, പിന്നെ 1 കൊരിന്ത്യർ 13, എബ്രായർ 11, സങ്കീർത്തനം 119. വെരി ഗുഡ്. അപ്പം ഞാനൊരു നമുക്കത് മൊത്തം പറയാനുള്ള ഒരു ഇതില്ല. ഞാനൊന്ന് ബൈബിൾ എടുത്തിട്ട് ആദ്യത്തെ ഒരു 2-3 വാക്യം ഒന്ന് പറയാമോ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, ശരിയാണോ പറയുന്നത് നോക്കട്ടെ. റെഡിയാണോ? ആദ്യം ഇത് പോകണം. 1 കൊരിന്ത്യർ 13. അതിൻ്റെ ആദ്യത്തെ കുറച്ച് 2-3 വാക്യം പറഞ്ഞാൽ മതി. യെസ്, പറഞ്ഞോളൂ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവും അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. മതി. ഇപ്പോൾ അത് മോള് പറയുവാണെങ്കിൽ മൊത്തം പറഞ്ഞു പോയേക്കും, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഇനിയും എബ്രായർ 11 അല്ലേ? എബ്രായർ 11 നമുക്ക് നോക്കാം. എബ്രായർ 11 നമുക്ക് നോക്കട്ടെ. യെസ്, ആദ്യത്തെ 2-3 വാക്യം പറഞ്ഞോളൂ, നോക്കട്ടെ. റെഡി, ഹിയർ വി ഗോ. വിശ്വാസം എന്നത് ആശിക്കുന്നതിനൊരുപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്നാലല്ല പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിലെ ദൃശ്യമായതെല്ലാം കാരണമെന്ന് വരുമാറ് ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശ്വാസത്താൽ അറിയുന്നു. സൂപ്പർ. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. 119 സങ്കീർത്തനവും ഇപ്പോൾ ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഒരു 3-4 വാക്യം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. 119 സങ്കീർത്തനം നോക്കട്ടെ. ആദ്യത്തെ പറഞ്ഞു. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണയത്തോടെ അവനെ അന്വേഷിക്കുന്ന ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണയത്തോടെ അവൻ അന്വേഷിക്കുന്ന ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. എൻ്റെ പ്രമാണങ്ങൾ കൃത്യമായിട്ട് ആചരിക്കണമെന്ന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. വെരി ഗുഡ് ജനീസ. ജനീസ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ജനീസയ്ക്കത് എത്രയും അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് അല്ലേ? ദൈവം ജനീസയിൽ പകർന്നൊരു ദൈവകൃപയാണ്. ഇനിയും ഇതല്ലാതെ വേറെ എന്തൊക്കെ അറിയാം? പ്രത്യേകമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇനി എനിക്കറിയുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ. ഓക്കെ, ആത്മാവിൻ്റെ ഫലങ്ങൾ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 22-23. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. വെരി ഗുഡ്. ഇനിയും അതല്ലാതെ വേറെ എന്തുണ്ട്? ഞാനാണെങ്കിൽ ഒരു ഓർഡർ ഓഫ് ദ ബൈബിൾ അറിയാമോ? അറിയാം. എല്ലാം അറിയാം. ബൈബിളിൽ എത്ര പുസ്തകമുണ്ട് മൊത്തത്തിൽ? 66. അപ്പോൾ 66 പുസ്തകവും പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്. There are 66 books in the Bible. The Old Testament has 39 books. The New Testament has 27 books. The Old Testament: Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, 1 Samuel, 2 Samuel, 1 Kings, 2 King, 1 Chronicle, 2 Chronicle, Ezra, Nehemiah, Esther, Job, Psalms, Ecclesiastes, Song of Songs, Isaiah, Jeremiah, Lamentations, Ezekiel, Daniel, Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, Haggai,
Zechariah, Malachi. The New Testament: Matthew, Mark, Luke, John, Acts, Romans, 1st and 2nd Corinthians, Galatians, Ephesians, Philippians, Colossians, 1st and 2nd Thessalonians, 1st and 2nd Timothy, Titus, Philemon, Hebrew, James, 1st and 2nd Peter, 1st, 2nd and 3rd John, Jude, Revelations. വെരി ഗുഡ്, ഗ്രേറ്റ്, സൂപ്പർ. ഇത് എന്നാണ് ഇത് ഒത്തിരി നാളായത് പഠിച്ചിട്ട്, അതോ ഇപ്പോഴും റീസെൻ്റ്ലി പഠിച്ചതാണോ? ഇത് കുറേ വർഷമായി പഠിച്ചിട്ട്. കുറേ വർഷമായി. ഇപ്പം 7 വയസ്സേ ഉള്ളൂ. അതിന് കുറച്ച് ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു. വെരി ഗുഡ്, സൂപ്പർ. ഇനിയും അങ്ങനെ പറയുവാണെങ്കിൽ ബൈബിളിലെ വേറെ എന്തൊക്കെ അറിയാം? യേശുവിൻ്റെ 12 ശിഷ്യന്മാർ. 12 ശിഷ്യന്മാരുടെ പേരറിയാം, അന്നൊന്ന് പറഞ്ഞോ. പത്രോസ്, അന്ത്രയോസ്, സെബേദിയുടെ മകൻ യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, സെബേദിയുടെ മകൻ യാക്കോബ്, ഫിലിപ്പോസ്, തോമസ്, അൽഫയുടെ മകൻ യാക്കോബ്, ദദ്ദായി, ചുങ്കക്കാരൻ മത്തായി, ഇസ്കറിയാത്ത്, യൂദ, ശീമോൻ. വെരി ഗുഡ്. വളരെ നന്നായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ചെറിയൊരു ഇതുണ്ടായെങ്കിലും ജനീസ വളരെ നന്നായിട്ട് അത് പറഞ്ഞു. വെരി ഗുഡ്. അപ്പം ഒത്തിരി കഴിവുകളുള്ള, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്ന, വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള, എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 13 പറഞ്ഞു, 119 സങ്കീർത്തനം പറഞ്ഞു. എത്ര അത്ഭുതകരമായിട്ടിരിക്കുന്നു ജനീസയുടെ ഓരോ കാര്യങ്ങൾ. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, ദൈവേഡിൽ ജനീസ ജോയിൻ ചെയ്തു, വാക്യങ്ങൾ തുടർമാനമായി പഠിച്ചു, എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ, അതോ വേസ്റ്റ് ആയോ? ഇത് കഴിഞ്ഞ് ലെജൻഡായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ജനീസയ്ക്ക് തോന്നുന്നത്? എന്ത് സന്തോഷമാണോ? അതിനകത്തുള്ള പ്രയോജനം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? പഠിത്തത്തെ വല്ലതും ബാധിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പം ഇതെല്ലാം പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്കൂളിലെല്ലാം ഇത് മാർക്കെല്ലാം കുറഞ്ഞു പോയോ? അതൊക്കെ എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാമോ? എനിക്ക് വേറെ സാക്ഷിയാണ് പറയാനുള്ളത്. എനിക്ക് 3 വയസ്സുള്ള സമയത്ത് എനിക്ക് ചുമയും ശ്വാസം മുട്ടലുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും അത് പോട്ടെ, സാരമില്ലെന്ന് പറയും. പിന്നെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയാണെങ്കിൽ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 1st സ്റ്റാൻഡേർഡിലും 2nd സ്റ്റാൻഡേർഡിലും ഒക്കെ ആയപ്പോഴത്തെ എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുമായിരുന്നു. എനിക്ക് ചുമയും ശ്വാസം മുട്ടലുവാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ ഡൈവേർട്ട് സീസൺ 2 പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴത്തെ മുതൽ എനിക്ക് ചെറിയ പനി അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. പനിയേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ വീസിംഗ് പ്രോബ്ലം മാറി. അതൊരു വലിയ അത്ഭുതകരമായ സാക്ഷ്യമാണ്. ദൈവം സൗഖ്യമാക്കിയില്ലേ? യേശുപ്പച്ചനാണോ സൗഖ്യമാക്കിയേ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ വചനം നമ്മുടെ ലൈഫിൽ ഒരു ഹീലിംഗ് കൊണ്ടുവന്നല്ലേ? വെരി ഗുഡ്. ഈ 150 വാക്യത്തിൽ പെട്ടെന്ന് നമ്മളെ സ്പർശിച്ചൊരു വാക്യം ചോദിച്ചാൽ ഏത് വാക്യമായിരിക്കും പെട്ടെന്ന് ജനീസ പറയുന്നത്? യെശയ്യാവ് 50:7. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകില്ല എന്ന് ഞാൻ അറിയുന്നു. വെരി ഗുഡ്. ഞാൻ ലജ്ജിച്ച് പോകത്തില്ലല്ലേ? വെരി ഗുഡ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട്. ഈ ജനീസ എന്ന് പറഞ്ഞ് 7 വയസ്സുള്ള കുട്ടി 150 വാക്യമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വല്ല ശരിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്.
എൻ്റെ ആ ജെനീസ പറഞ്ഞ വാക്യത്തിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ എൻ്റെ ഉണ്ട്. അപ്പം നമുക്കത് മൊത്തം ഇപ്പം പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ല. പക്ഷെ ഞാനൊരു റാപ്പിഡ് ഫയർ ഞാനത് തന്നാൽ ജെനീസ അതിനകത്ത് പങ്കെടുക്കും. കൃത്യമായിട്ട് പറയോ? എന്നെ നാണം കെടുത്തരുത്. കൃത്യമായിട്ട് പറയോ? യെസ്. അപ്പോൾ ഞാനൊരു കാര്യം ഒരു റാപ്പിഡ് ഫയർ നടത്താൻ പോവാണ് കേട്ടോ. നമ്മുടെ ആ ഷീറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഒന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ്. ജെനീസയ്ക്ക് അത് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. റെഡി? റാൻഡമായിട്ടാണ് ചോദിക്കുന്നത്. 150 വാക്യത്തിൽ അവിടെ നിന്ന് എവിടെയെങ്കിലും ചോദിക്കും. ഓക്കെ ആണല്ലോ? Second Samuel chapter 22 verse 26. 2 ശമൂവേൽ 22:26. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. വെരി ഗുഡ്, വെരി ഗുഡ്. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവും ആകുന്നു. സങ്കീർത്തനം 28:7. വെരി ഗുഡ്. Psalms 34 verse 11. സങ്കീർത്തനം 34:11. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. വെരി ഗുഡ്, വെരി ഗുഡ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. സങ്കീർത്തനം 119 സങ്കീർത്തനം 111. വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ, സൂപ്പർ. ഇതൊരു റാൻഡം ഫയർ ആണ്. റാൻഡം ഫയറിലാണ് ജെനീസ് ഇങ്ങനെ ഇത്രയും പെർഫോം ചെയ്യുന്നത്. ഓക്കെ. സങ്കീർത്തനം 128:1. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഓക്കെ. അപ്പം ഞാനൊന്നൊരു പുതിയ നിയമത്തിലേക്ക് ഒന്ന് വരാം കേട്ടോ. മത്തായി 19:26. യേശു അവരെ നോക്കി. മത്തായി 19:26. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ. ജെനിസ, ഞാൻ റാൻഡം ഫയർ ചോദിക്കണമെന്ന് ഞാൻ ചിന്തിച്ചല്ല. കാരണം ബിഗിനറിലുള്ള 7 വയസ്സുള്ളൊരു കുട്ടിയെ നമ്മൾ ഇങ്ങനെ റാൻഡം ഫയർ ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇഷ്ടമല്ല. എങ്കിൽ പോലും ഞാനൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിച്ചതാണ്. അതിൽ പോലും ജെനീസ എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നുന്നു. ഇനി വേറെ എന്താണ് നമുക്ക് പ്രേക്ഷകരോട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമോ ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ എന്തായിരിക്കും പറയുക? എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് 10 കൽപ്പനകളുടെ ആക്ഷൻ സോങ് അറിയാം. 10 കൽപ്പനയുടെ ആക്ഷൻ സോങ് അറിയാം. യെസ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ? സീനായ് മലയിൽ മോശാതൻ കയ്യിൽ നൽകി ദൈവം 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ സീനായ് മലയിൽ മോശാതൻ കയ്യിൽ നൽകി ദൈവം 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. കർത്താവിൻ തിരുനാമം പിതാവയൊരിക്കരുതേ. കർത്താവിൻ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ ദിവസം കർത്താവിൻ തിരുനാമം പിതാവയൊരിക്കരുതേ. കർത്താവിൻ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ധനക്ക് ധനക്ക് ധന ദിന്നാന, ധനക്ക് ധനക്ക് ധന ദിന്നാന, ധനക്ക് ധനക്ക് ധന ദിന്നാന, ധനക്ക് ധനക്ക് ധന ദിന്നാന. മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം.
കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ അന്യന്റെ വസ്തുവെ മോഹിക്കരുതേ, മോഹിക്കരുതേ, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ അന്യന്റെ വസ്തുവെ മോഹിക്കരുതേ, മോഹിക്കരുതേ. സീനായ് മലയിൽ മോശ കയ്യിൽ നൽകി ദൈവം 10 കൽപ്പനകൾ, 10 കൽപ്പനകൾ. സീനായ് മലയിൽ മോശാതൻ കയ്യിൽ നൽകി ദൈവം 10 കൽപ്പനകൾ, 10 കൽപ്പനകൾ. സംഗ്രഹിക്കാൻ കൽപ്പനകൾ 2 വാക്കുകളിൽ, ദൈവസ്നേഹം പരസ്നേഹം അതെല്ലാം ഉണ്ട്. സംഗ്രഹിക്കാൻ കൽപ്പനകൾ 2 വാക്കുകളിൽ, ദൈവസ്നേഹം പരസ്നേഹം അതെല്ലാം ഉണ്ട്. ധനക്ക് ധനക്ക് ധന ദിന്നാന, ധനക്ക് ധനക്ക് ധന ദിന്നാന, ധനക്ക് ധനക്ക് ധന ദിന്നാന, ധനക്ക് ധനക്ക് ധന ദിന്നാന. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടുക? ഒരു ചെറിയൊരു 4 വരിയോ 8 വരി പാട്ട്, ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താത കരങ്ങളില, നിരാശ ഇനി എന്നിൽ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താത കരങ്ങളില, നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ തൻ. ജനീസ പാട്ടും പാടും, നല്ല മനോഹരമായിട്ട് പാടി. ഇനി ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയമാകുകയാണ്. കൂട്ടുകാരോട്, ജനീസയെ പോലെയുള്ള കൂട്ടുകാരോട് ജനീസയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് ദൈവവേടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എന്ത് കാര്യമായിരിക്കും അവരോട് പറഞ്ഞു കൊടുക്കുക? എനിക്ക് പറയാനുള്ളത്, എൻ്റെ എല്ലാ കസിൻസും എൻ്റെ ചർച്ചിലെ എല്ലാ ഫ്രണ്ട്സും ഈ ഡൈവേർഡ് സീസൺ 3 ഇനിയും പങ്കെടുക്കണം. ഈ വാക്യങ്ങൾ പഠിക്കുവാണെങ്കിൽ യേശുപ്പച്ചൻ നമ്മൾക്ക് നല്ല ഹെൽപ്സ് ചെയ്യും. അതും കൂടാതെ ഈ വാക്യം പഠിക്കുമ്പോൾ നമ്മളുടെ മമ്മിയും പപ്പയും വിട്ട് ദൂരത്ത് പോയി നിൽക്കുമ്പം നമ്മൾക്ക് ആ വാക്യം ഓർമ്മ വരുമ്പം നമുക്കൊരാശ്വാസം തോന്നും. അതും കൂടാതെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾക്ക് നല്ലതായിട്ട് പഠിക്കാൻ ബുദ്ധി തരും. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരും. സൂപ്പർ. അപ്പോൾ കൂട്ടുകാരെല്ലാം ഡൈവേർഡ് സീസൺ 3 ഡൈവേർഡ് പ്രോഗ്രാമത്തിനകത്ത് ജോയിൻ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ലെജൻഡാകാൻ പറ്റിയില്ലെങ്കിലും ദൈവവചനം കൺസിസ്റ്റൻ്റായിട്ട് പറഞ്ഞ് പഠിച്ച് പോയാൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും എന്ന് ജനീസയുടെ അനുഭവം നമ്മളെ കാണിച്ചു തരികയാണ്. ജനീസ, നമുക്കൊരു കാര്യം ചെയ്യാം. മമ്മിയെ കൂടെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ മമ്മിയോടൊന്ന് വരട്ടെ. മമ്മിയല്ലേ ഇത്രയും ജനീസയെ പഠിപ്പിച്ചത്? അപ്പം മമ്മിയെ കൂടെ ഒന്ന് വിളിച്ചാലോ? എന്നാൽ മമ്മിയെ വിളിക്കും. മമ്മി വരാൻ പറ. മമ്മി ഉറക്കെ പറ, മമ്മി വരാൻ പറ. യെസ്. അന്നേരം
മമ്മിയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ജെനീസ വിളിച്ചപ്പോൾ മമ്മി ഓടി വന്നു. കണ്ടോ, ഞാൻ ഓർത്ത് ജെനീസയെ മാത്രമായിട്ടൊന്ന് ചെയ്ത് തീർക്കണമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു, കാരണം ഈ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ആ കുഞ്ഞങ്ങനെ വന്നതല്ല. എന്തായാലും ഒരു മാതാവിൻ്റെ, പിതാവിൻ്റെ, ഗ്രാൻഡ് മദറിൻ്റെ, ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ്, ചർച്ചിൻ്റെ, പാസ്റ്ററുടെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ്, അവരെല്ലാം കൂടാണ് ഒരു കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആ എഫേർട്ട് എടുത്തത്. അപ്പം എന്ത് തോന്നുന്നു? ഇപ്പോൾ ജെനീസ ലെജൻഡായി മാറി, അതിൻ്റെ പ്രത്യേക മൊമെൻ്റ് ഉണ്ട്. അപ്പം എന്ത് തോന്നുന്നു? കൂടാതെ പേരൻസിനോടും പറയാനുള്ള ഒരു വേർഡ്സ് എന്താണ്? അവർക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും പറയുക? പറയാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന എക്സൽ മീഡിയയോടും പ്രത്യേകിച്ച് അനിൽ പാസ്റ്ററിനോടും ഒക്കെ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷമുണ്ട് പ്രിയ പൈതലുമായിട്ട് ഇവിടെ കടന്നു വരാനായിട്ട്. ദൈവം ഒരുക്കി തന്ന ഈ ഒരു അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ജെനീസയെ സംബന്ധിച്ച് അവൾക്ക് വാക്യങ്ങൾ പഠിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരുപാട് ലേഖനങ്ങളും അതൊക്കെ കാണാതെ പഠിച്ചു. പിന്നെ ഈ 150 വാക്യം തുടങ്ങിക്കഴിഞ്ഞപ്പം ആദ്യമൊക്കെ റെഫറൻസ് ഒക്കെ കാണാതെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിന്. പക്ഷേ എന്നാലും അവൾ പറഞ്ഞതുപോലെ അവൾ വിട്ടുകൊടുത്തില്ല. അവൾക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ദിവസവും റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ അവൾ തന്നെ ശ്രമിക്കുമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് പഠിക്കാനിരിക്കുന്നതിന് മുമ്പേ അവൾ വാക്യങ്ങൾ പറഞ്ഞു പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പം തന്നെയല്ല, ഞങ്ങൾ കടന്നു പോകുന്ന സഭ എന്ന് പറയുന്നത് AG ചർച്ച്, ബേതേൽ AG ചർച്ച്. അപ്പോൾ അവിടെ പാസ്റ്ററുകൾ പ്രസംഗിക്കുന്ന സമയത്ത് ഇവൾ പഠിച്ച എന്തെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നിട്ട് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അമ്മ ഞാൻ പഠിച്ച വാക്യമാണ് പാസ്റ്റർ പച്ചൻ എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവൾ പറഞ്ഞ പോലെ ഒരു ഡൈവേർട്ട് പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തത് ഇത്രയും 180 വാക്യങ്ങൾ പഠിച്ചത് കൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾക്ക് വലിയൊരു ടെസ്റ്റ് മണി അവളിപ്പോൾ പറഞ്ഞത്. ഭയങ്കര വീസിങ് പ്രോബ്ലം ഒക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കൊടുക്കാത്ത മരുന്നുകൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇംഗ്ലീഷ് മെഡിസിനായി, ആയുർവേദം, ഹോമിയോ എല്ലാം കൊടുത്തു. പക്ഷേ ഒട്ടും കുറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഒരു ലാസ്റ്റ് ജൂലൈയിലൊക്കെ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത്രയും സിവിയർ ആയിരുന്നു അവളുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ. പക്ഷേ ഈ വാക്യങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് പഠിക്കുകയും വചനത്തിൽ ധൈര്യപ്പെടുകയൊക്കെ ചെയ്തതുകൊണ്ട് ദൈവം സഹായിച്ച ഒരു പൂർണ്ണ വിടുതൽ പ്രിയ പൈതലിന് ലഭിച്ചു. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഇനിയും ഡൈവേർട്ട് സീസൺ 3 വരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പം എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, സ്കൂളിലെ കാര്യത്തിന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി ദൈവവചനങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ലൈഫിൽ അത് വലിയ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റായി മാറും. അതുകൊണ്ട് പാരൻസ് അതിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കണം. കുട്ടികളാണെങ്കിൽ എന്താ പറയുന്നത്, അവരത്രയും മുന്നോട്ട് വരില്ല. പക്ഷേ പാരൻസ് നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം കുട്ടികളെ എൻകറേജ് ചെയ്യണം ഈ വാക്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അവരെ ചെറിയ രീതിയിലൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഒരു വാക്യം പഠിച്ചു കഴിയുമ്പോഴത്തേന് അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ മുന്നോട്ട് കടന്നു വരും. അതുകൊണ്ട് മാതാപിതാക്കൾ ഇതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കണം. സീസൺ 3 എല്ലാ കുട്ടികളും വചനങ്ങൾ കൂടുതൽ പഠിച്ച് അറിവ് നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. ഞാൻ ഇടയ്ക്ക് ചോദിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു, പക്ഷേ ഞാൻ വിട്ടുപോയതാണ്. ജെനീസയ്ക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ മെൻറ്റർ? ആദ്യം ഷീന മാം ആയിരുന്നു. പിന്നെ മാറി. പിന്നെ വേറെ ആരാണെന്ന് അറിയത്തില്ല. ഇനിഷ്യലി ഷീന മാം ആയിരുന്നു. അപ്പോൾ മാം വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുമ്പം ഒരു ദിവസം ഒന്ന് മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീന മാം ചോദിക്കുമായിരുന്നു ഇങ്ങനെ എന്നൊക്കെ. അപ്പം ഒരു നല്ല മെൻറ്റർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് പോവുകയാണ്. അപ്പം ദൈവേർഡ് എന്നുള്ള പ്രൊജക്റ്റ് ലെജൻഡ് ആയതുകൊണ്ട് ദൈവേ എന്ന പ്രൊജക്റ്റിലേക്കാണ് ഇവർ കയറുന്നത്. ഇറ്റ് വിൽ ബി എ ലോങ് ജേർണി, ഡെയിലി വാക്കിംഗ് വിത്ത് ദ ലോർഡ്. അതിന് സന്തോഷമുണ്ടോ ജെനീസയ്ക്ക്? ഉണ്ട്. അപ്പം എല്ലാ ദിവസവും വാക്യം പഠിക്കുന്നു, എല്ലാ ദിവസവും വചനം വായിക്കുന്നു. ഇറ്റ് വിൽ ബി എ ഫാമിലി ടൈമായിട്ട് ദൈവത്തെ വചനം പഠിക്കാനും വായിക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള സമയമാണ്. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളെ പേരൻസിനെ ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ജെനീസയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് യു ബിക്കം എ ലെജൻഡ്. വി ആർ സോ പ്രൗഡ് ഓഫ് യു. എക്സൽ ദൈവേഡിലെ ഫാമിലി മെമ്പേഴ്സ്, മെൻറ്റേഴ്സ്, പ്രെയർ ടീം എല്ലാവരും, എക്സൽ മിനിസ്ട്രീസിൻ്റെ ബോർഡ് മെമ്പേഴ്സ്, ഇതിൻ്റെ ചെയർമാനായിരിക്കുന്ന തമ്പി മാത്യു, എല്ലാവരുടെയും അപ്രീസിയേഷൻ ഞാൻ ഈ തരുണത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെയും കൂടുതൽ ഉയരങ്ങൾ കടക്കാൻ ദൈവം അവസരം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
അപ്പം ഡൈവേർഡ് സീസൺ 2 ലെജൻഡായ ജനീസയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അവരുടെ കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ടു, സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ പകരപ്പെട്ട ഒരു കുഞ്ഞാണ് അവൾ. റാൻഡം ഫയറും ഒക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. നിങ്ങളും ഈ ഒരു ഇത് പ്രോഗ്രാം കാണുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ ബിൽഡപ്പ് ചെയ്യാൻ ദൈവം നമുക്ക് അതിനുള്ള അവസരം തരട്ടെ. സഭയായിട്ടും ദൈവദാസന്മാരായിട്ടും ഒക്കെ അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകട്ടെ. ഡൈവേർഡ് സീസൺ 3 ധാരാളം കുഞ്ഞുങ്ങൾ ജോയിൻ ചെയ്യട്ടെ. മെൻറ്റേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്, കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്ന മെൻറ്റേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. ദൈവേ പ്രൊജക്റ്റ് ലെജൻഡ് ആയവർക്ക് വേണ്ടി വരുന്നു, അതിനകത്തൊക്കെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ആളുകളെയും നമുക്ക് ആവശ്യമാണ്. ദൈവം സഹായിക്കട്ടെ. ഫേസ് ടു ഫേസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെ മറ്റൊരാളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും. Until then, it is me, Anil Ilandur. God bless you.